നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മലക്കപ്പാറയിൽ പാലത്തിന്റെ ഒരു വശം ഇടിഞ്ഞു വീണ് ഗതാഗതം ഭാഗികമായി നിലച്ചു. കാലടി പ്ലാന്റേഷൻ ഓയിൽ പാം എസ്റ്റേറ്റ് 17ാം ബ്ലോക്കിൽ നിന്നും ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടി. വരന്തരപ്പിള്ളി കുട്ടൻചിറയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 100 ലിറ്റർ വാഷ് പിടികൂടി. റഷ്യയിൽ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്ദീപിന്റെ കല്ലൂർ നായരങ്ങാടിയിലെ വസതിയിൽ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ സന്ദർശിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. പഞ്ചാരി മേളം കൊട്ടിക്കയറി പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. വിശദമായ വാർത്തയിലേക്ക്. മലക്കപ്പാറയിൽ പാലത്തിന്റെ ഒരു വശം ഇടിഞ്ഞു വീണ് ഗതാഗതം ഭാഗികമായി നിലച്ചു. മലക്കപ്പാറയിൽ അപകടാവസ്ഥയിലായ കൾവേർട്ട് ഇടിഞ്ഞ് അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗതം നിലച്ചു. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലാണ് കൾവേർട്ട് തകർന്നത്. കൾവേർട്ടിന്റെ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തിയും റോഡിന്റെ വശവും താഴ്ചയിലേക്ക് പതിച്ചു. റോഡിന്റെ പകുതി ഭാഗം ഏതു നിമിഷവും ഇടിയാവുന്ന അവസ്ഥയിലാണ്. ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് ഇതിലൂടെ കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയായി. നിലവിൽ ചെറിയ വാഹനങ്ങൾ മാത്രമാണ് കടന്നു പോകുന്നത്. സംസ്ഥാന പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ടോറസ് ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾ പോയതാണ് കൾവേർട്ട് തകരാൻ കാരണമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. മാസങ്ങളായി അപകടാവസ്ഥയിലായി കിടന്നിരുന്ന കൾവേർട്ട് പുതുക്കി പണിയാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ നടപടിയെടുത്തില്ലെന്നാണ് ആക്ഷേപം. ബസ്സുകൾക്ക് ചെക്ക് പോസ്റ്റ് ഭാഗത്തേക്ക് എത്താൻ കഴിയാത്തത് മൂലം നാട്ടുകാർക്ക് 300 മീറ്ററോളം നടന്നു പോകേണ്ട അവസ്ഥയാണ്. കൾവേർട്ട് തകർന്നതോടെ വിനോദസഞ്ചാരികൾക്കും ഇതുവഴി പോകാൻ കഴിയില്ല. ഓണം സീസൺ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൾവേർട്ട് പുനർനിർമ്മിച്ച് യാത്രാക്ലേശം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാലടി പ്ലാന്റേഷൻ ഓയിൽ പാം എസ്റ്റേറ്റ് 17ാം ബ്ലോക്കിൽ നിന്നും ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടി. ഏകദേശം 55 കിലോ തൂക്കവും 70 സെന്റിമീറ്റർ വീതിയും 12 അടിയോളം നീളവുമുള്ള പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത്. എണ്ണപ്പനയിൽ കാട് വെട്ടി തെളിയിക്കാൻ വന്ന തൊഴിലാളികളാണ് പെരുമ്പാമ്പിനെ ആദ്യം കണ്ടത്. തുടർന്ന് ഫീൽഡ് എക്സിക്യൂട്ടീവ് ജോഫി വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഏഴാറ്റുമുഖം RRT റെസ്ക്യൂ ടീം ഓഫീസർ സാബു, ഡ്രൈവർ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടിയത്. തന്റെ സർവീസിൽ നിരവധി പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വലിപ്പമുള്ള പാമ്പിനെ ആദ്യമായാണ് പിടികൂടുന്നതെന്ന് റെസ്ക്യൂ ഓഫീസർ സാബു പറഞ്ഞു. പിടികൂടിയ പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിടുമെന്ന് ഫോറസ്റ്റ് അറിയിച്ചു. സർക്കാർ നിർമ്മിത പ്രളയത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മന്ത്രി വ്യക്തത വരുത്തണമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. തീരുമാനമെടുക്കേണ്ട റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ 20 ദിവസം കഴിഞ്ഞ് സർക്കാരിനോട് പരമാവധി സഹായത്തിനായി ആവശ്യപ്പെടുമെന്ന് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണെന്നും ദുരിതബാധിതരുടെ എല്ലാ നഷ്ടങ്ങൾക്കും സർക്കാർ ഉത്തരവാദിയാണെന്നും ഔദ്യോഗിക പഠനമില്ലാതെ മനുഷ്യനിർമ്മിതമല്ല എന്ന് മന്ത്രി തന്നെ പറഞ്ഞത് കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിനാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് കുറ്റപ്പെടുത്തി. വീടുകളുടെ കേടുപാടിനും കൃഷിനാശത്തിനും മാത്രം പരിഹാരം നൽകാനുള്ള നീക്കം ശരിയല്ലെന്നും മറിച്ച് പ്രളയത്തിൽ ഒരു കുടുംബത്തിന് സംഭവിച്ച വീട്, കൃഷി, വീട്ടുപകരണങ്ങൾ, വാഹനങ്ങൾ, വളർത്തുമൃഗങ്ങൾ, ജീവനോപാധികൾ തുടങ്ങി എല്ലാ നഷ്ടവും വ്യാപാരി സമൂഹത്തിന്റെ നഷ്ടവും പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം. സർക്കാർ നിർമ്മിത പ്രളയത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കുക, പ്രളയബാധിതരുടെ എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരം നൽകുക, മണലിപ്പുഴ നവീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ അളഗപ്പ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി അധ്യക്ഷത വഹിച്ച പ്രതിഷേധ ധർണയിൽ നേതാക്കളായ കെ ഗോപാലകൃഷ്ണൻ, സെബി കൊടിയൻ, അലക്സ് ചുക്കിരി, പ്രിൻസൺ തയ്യാലക്കൽ, ജയൻ കൂവക്കാടൻ, സിജോ പുന്നക്കര എന്നിവർ പ്രസംഗിച്ചു. കെ രാജേശ്വരി, മനോജ് കുമാർ, ഹരൻ ബേബി, ദിനിൽ പാലപ്പറമ്പിൽ, പ്രിൻസി ഡേവിസ്,
ഓസ്റ്റിൻ തെക്കുംപുറം, ടി ബെന്നി എന്നിവർ പങ്കെടുത്തു. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിഷേധം മാത്രമല്ല, ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിഷേധമാണ്. ഈ നാട്ടിലെ വ്യാപാരി സമൂഹത്തിന് വേണ്ടിയുള്ള പ്രതിഷേധമാണ്. ഈ പ്രതിഷേധത്തെ കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാനാണ് പിണറായി വിജയൻ സർക്കാരിന്റെ തീരുമാനമെന്നുണ്ടെങ്കിൽ ശക്തമായ സമര പരിപാടികളിലേക്ക് ജനാധിപത്യ ശൈലിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുന്നോട്ട് വരേണ്ടി വരും. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി വരന്തരപ്പിള്ളി കുട്ടൻചിറയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 100 ലിറ്റർ വാഷ് പിടികൂടി. കുട്ടൻചിറ തിരുക്കുഴി തോടിന്റെ ഓരത്ത് നിന്നാണ് ബാരലിൽ സൂക്ഷിച്ച വാഷ് കണ്ടെത്തിയത്. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. പിടികൂടിയ വാഷ് നശിപ്പിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ AT ജോബിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KK വത്സൻ, KS ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പ്രതിയെ പിടികൂടുന്നതിനുള്ള അന്വേഷണം ആരംഭിച്ചതായും തുടർ ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർമാരായ KM കണ്ണൻ, CJ റിജോ, സംഗീത് എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. മാലിന്യ സംസ്കരണത്തിന്റെ മറവിൽ LDF ഭരണസമിതി നടത്തുന്ന അഴിമതിക്കെതിരെയും അംഗനവാടി ജീവനക്കാരുടെ നിയമനത്തിൽ LDF ഭരണസമിതി നടത്തിയ പിൻവാതിൽ നിയമനത്തിനെതിരെയുമായിരുന്നു പ്രതിഷേധ സമരം. പ്ലാസ്റ്റിക് ശേഖരണത്തിന്റെ മറവിൽ വലിയ അഴിമതിയാണ് പഞ്ചായത്തിൽ നടക്കുന്നതെന്നും യാതൊരു മുൻകരുതലുമില്ലാതെ ഡെങ്കി, കോളറയടക്കമുള്ള മാരക രോഗങ്ങൾ പടർത്തുന്ന രീതിയിലാണ് പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് ശേഖരണ സെന്ററുകളും MCFും പ്രവർത്തിക്കുന്നതെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC സെക്രട്ടറി A പ്രസാദ് പറഞ്ഞു. മേലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് മേനോത്ത് സമരത്തിന് നേതൃത്വം നൽകി. പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MT ഡേവിസ് പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് ശേഖരണ പദ്ധതിയിലുള്ള കെടുകാര്യസ്ഥതയും LDF ഭരണസമിതി എല്ലാ മേഖലയിലും പരാജയപ്പെട്ടതിന്റെ കാരണങ്ങളും അക്കമിട്ട് സംസാരിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീ NC തോമസ്, KPCC ഭാരവാഹി PK ബാസി, ബ്ലോക്ക് മെമ്പർ വനജ ദിവാകരൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ PK ആന്റണി, ഷാജൻ മാടവന, ജോസഫ് പൈനാടത്ത്, PV പാപ്പച്ചൻ, വാർഡ് മെമ്പർമാരായ PA സാബു, ജാൻസി പൗലോസ്, റിൻസി രാജേഷ്, ഷീജ പോളി എന്നിവർ സംസാരിച്ചു. മണ്ഡലം ബൂത്ത് ഭാരവാഹികളായ പോൾ നെറ്റിക്കാടൻ, ഉദയൻ, ശ്രീദേവി കയമ്പത്ത്, കൃഷ്ണൻ പോക്കാടൻ, ബിനോയ്, റാഫേൽ, ലിൻസൺ ആന്റണി, ബാവച്ചൻ തെക്കൻ, മാർട്ടിൻ മേച്ചേരി, പോളി നാഴിയമ്പാറ, തോമസ് മകരപ്പിള്ളി, ജോജു തോമസ്, കൊച്ചുമോൾ, രാധാകൃഷ്ണൻ, ആൻഡു ഉതുപ്പ് എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. റഷ്യയിൽ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്ദീപിന്റെ കല്ലൂർ നായരങ്ങാടിയിലെ വസതിയിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രൻ സന്ദർശിച്ചു. കേരളത്തിലെ യുവാക്കൾ തൊഴിൽ തേടി പലായനം ചെയ്യേണ്ട അവസ്ഥയാണുള്ളതെന്നും തൊഴിൽ വകുപ്പ് കൃത്യമായി ഇടപെടേണ്ട സാഹചര്യമാണെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. റഷ്യൻ സൈന്യത്തിന് നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട തൃക്കൂർ നായരങ്ങാടി സ്വദേശി സന്ദീപിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ. ഇവിടുത്തെ ചെറുപ്പക്കാർ ഇഷ്ടപ്പെട്ടല്ല വിദേശത്തേക്ക് പോകുന്നത്. നല്ല രീതിയിൽ തൊഴിലെടുക്കാനും ഉറപ്പാക്കി മാത്രം ജീവിക്കാനും സാധിക്കുന്ന സാഹചര്യത്തിൽ മാത്രം കുട്ടികളെ വിദേശത്ത് അയച്ചാൽ മതി. അല്ലെങ്കിൽ ഇതേ തൊഴിൽ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉറപ്പാക്കണം. അതിന് സംസ്ഥാന തൊഴിൽ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെടണമെന്നും ശോഭ പറഞ്ഞു. സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിമാരുമായി ബന്ധപ്പെട്ടു. സുരേഷ് ഗോപിയുമായി വിഷയം ചർച്ച ചെയ്തെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. സന്ദീപിന്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും സമാശ്വസിപ്പിച്ച ശേഷമാണ് ശോഭ സുരേന്ദ്രൻ മടങ്ങിയത്. BJP ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ്, സജീവൻ തൃക്കൂർ, സന്ദീപ് ആമ്പല്ലൂർ, ഷാജി കോറ്റുകുളം, സൂരജ് ഞെള്ളൂർ, അബ്ബാസ് എന്നിവരും ശോഭ സുരേന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ജോലിയെടുക്കാനും ജീവിക്കാനും സാധിക്കുന്ന രീതിയിൽ നമ്മുടെ മക്കൾ പോയാൽ മതി എന്നുള്ള, അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള സാഹചര്യം നമുക്ക് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള നഷ്ടങ്ങളുടെ പശ്ചാത്തലത്തിലെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ കൃത്യതയോടുകൂടി മനസ്സിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത്.
കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിൽ പഞ്ചായത്ത് രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പ് മൂലം തടസ്സം നിൽക്കുകയാണെന്ന് കോൺഗ്രസ്. ഏറ്റവുമധികം തനത് വരുമാനമുള്ള പഞ്ചായത്തായിട്ട് കൂടി ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ പൂർത്തീകരിക്കാതെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്ത് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നയം സ്വീകരിച്ചു പോരുന്നതിനെതിരെയാണ് ഉപവാസ സമരം നടത്തുന്നത്. പ്രതിപക്ഷ അംഗങ്ങളായ ബിജോയ് പെരേപ്പാടൻ, വർഗീസ് തച്ചുപറമ്പൻ, വർഗീസ് പയ്യപ്പിള്ളി, ചാക്കപ്പൻ പോൾ വെളിയത്ത്, ഗ്രേസിസ് സക്കറിയ, പോൾ സി ജിയോ എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിൻസോ തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. കൊരട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ലീല സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മനേഷ് സെബാസ്റ്റ്യൻ, ബ്ലോക്ക് മണ്ഡലം സെക്രട്ടറിമാരായുള്ള ഡേവിസ് മാസ്റ്റർ, എം.എ. രാമകൃഷ്ണൻ, ജോഷി വല്ലൂരാൻ, സിബി തെക്കിനിയൻ, പി.കെ. വർഗീസ്, ആൾജോ, മേഴ്സി സെബാസ്റ്റ്യൻ, കെ.എ. ദേവസി, ഒ.ജെ. ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. സമാപനം നാരങ്ങ നീര് നൽകി ചാലക്കുടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി.ഒ. പൈലപ്പൻ നിർവഹിച്ചു. മുൻ മെമ്പർ ജോബി മാനുവൽ നന്ദി പറഞ്ഞു. ഒരു നിവേദനം നൽകുകയുണ്ടായി. എന്നാൽ MP അത് സഡനായിട്ട് ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് പോകുമ്പോൾ പഞ്ചായത്തിൻ്റെ NOC കിട്ടണമെന്നുള്ളത് കൊണ്ട് പ്ലാനിംഗ് ഓഫീസിൽ നിന്ന് ലെറ്റർ കൊടുക്കുകയും എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റി അത് വൻ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള പഞ്ചായത്ത് ഭരണസമിതിയാണ് പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് കിട്ടാതെ അവർ ധാർഷ്ട്യത്തോടു കൂടി അത് നിരസിക്കുകയാണ് ഉണ്ടായത്. കച്ചേരിക്കടവ് അപ്രോച്ച് റോഡ് നിർമ്മാണ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പുതുക്കാട് മണ്ഡലത്തിലെ വരന്തിരപ്പിള്ളി മുപ്ലിയം വില്ലേജുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കച്ചേരിക്കടവ് പാലം അപ്രോച്ച് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് എന്നിവർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. 164 ലക്ഷം രൂപയാണ് പാലത്തിന്റെ ബാലൻസ് വർക്കിനായി അനുവദിച്ചിട്ടുള്ളത്. 150 മീറ്റർ BM&BC സൈഡ് കെട്ട്, ഡ്രെയിനേജ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കാണ് തുക അനുവദിച്ചത്. പഞ്ചാരിമേളം കൊട്ടിക്കയറി പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഞ്ചാരിമേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം സംഘടിപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. 11 വിദ്യാർത്ഥികളാണ് പരിശീലനം നേടി അരങ്ങേറ്റം കുറിച്ചത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥിയായി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് പങ്കെടുത്തു. ബ്ലോക്ക് മെമ്പർ സതി സുധീർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, പ്രധാന അധ്യാപിക MP ബിന്ദു, മേള അധ്യാപകൻ കൊടകര ഉണ്ണി, പ്രിൻസിപ്പാൾ സംഗീത KA, PTA പ്രസിഡന്റ് ജോസഫ് CP എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6710 രൂപ, പവന് 53,680 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലക്കപ്പാറയിൽ പാലത്തിന്റെ ഒരു വശം ഇടിഞ്ഞു വീണ് ഗതാഗതം ഭാഗികമായി നിലച്ചു. കാലടി പ്ലാന്റേഷൻ ഓയിൽ പാം എസ്റ്റേറ്റ് 17ാം ബ്ലോക്കിൽ നിന്നും ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടി. വരന്തരപ്പിള്ളി കുട്ടൻചിറയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 100 ലിറ്റർ വാഷ് പിടികൂടി.
റഷ്യയിൽ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്ദീപിന്റെ കല്ലൂർ നായരങ്ങാടിയിലെ വസതിയിൽ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ സന്ദർശിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. പഞ്ചാരിമേളം കൊട്ടിക്കയറി പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.